കാസർഗോഡ് നീലേശ്വരത്ത് യൂണിയൻ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ കുടുംബം പെരുവഴിയിലായിട്ട് 2 വർഷം. മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികളാണ് ദുരവസ്ഥ നേരിടുന്നത്. വീടിന് പുറത്ത് താൽക്കാലിക ഷെഡിൽ കഴിയുന്ന കുടുംബം ഉദാരമതികളുടെ സഹായം തേടുകയാണ്. യൂണിയൻ ബാങ്കിന്റെ ജപ്തി നടപടി നേരിട്ട കുടുംബം വീടിന് പുറത്തുള്ള താൽക്കാലിക ഷെഡിലാണ് താമസിച്ചു വരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതരെത്തി അസുഖബാധിതനായ പത്മനാഭനോടും ഭാര്യ ദേവിയോടും ഇവിടെ കിടക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകുകയുണ്ടായി. പോകാൻ മറ്റു വഴികളില്ലെന്ന് ദമ്പതികൾ പറയുന്നു. മകളുടെ വിവാഹാവശ്യത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി 2016 പള്ളിക്കര മുണ്ടേമാടിലെ കുടുംബം 16 ലക്ഷം രൂപ നീലേശ്വരത്തെ യൂണിയൻ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത്. വായ്പാ തുകയിൽ 13 ലക്ഷത്തോളം രൂപ കുടുംബം തിരിച്ചടച്ചിരുന്നു. 20 സെന്റ് സ്ഥലവും വീടും ജപ്തിയായതിന്റെ കാര്യം കുടുംബം വിശദമാക്കി. കല്യാണത്തിന് വേണ്ടിട്ട് 2016 അവസാനം 16 ലക്ഷം എടുത്തതാണ്. അതിൽ 13 ലക്ഷം നമ്മൾ അടുത്തതിന് ശേഷം ഭർത്താവിന് സ്ഥലത്തിന്റെ സുഖമില്ലാതായി. അതിന്റെ ശേഷം മോൻ ഗൾഫിലുണ്ടായി. മോൻ നാട്ടിലേക്ക് വന്ന് അതിന്റെ ശേഷമാണ് ഈ ലോൺ അടവ് മുടങ്ങിയത്. 2023 മെയ് 17 കൂട്ടി നമ്മൾ പുറത്താക്കിയത്. 2 വർഷമായി നമ്മ വരാന്തയിൽ ഷീറ്റ് കെട്ടിയിട്ടാണ് താമസം. ഇന്നലെ ബാങ്കിൽ നിന്ന് അവർ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇനി നിന്നാല് നിങ്ങളെ പേരിൽ കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് ഷീറ്റിൽ അയച്ചു ചാടി നമ്മളെ ഉടുപ്പെല്ലാം വലിക്കെട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പോയത്. നിലവിൽ പലിശയുൾപ്പെടെ 25 ലക്ഷത്തോളം രൂപ കുടിശ്ശിക ഉണ്ടെന്നാണ് ബാങ്കിൽ നിന്ന് ലഭിച്ച അറിയിപ്പ്. ഇത്രയും വലിയ തുക തിരിച്ചെടുക്കാൻ കഴിയാത്ത നിർധനരായ ദമ്പതികൾ ഉദാരമതികളുടെ സഹായം തേടുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.